വയനാട്ടിലെ ദുരിതബാധിതർക്ക് ധനസഹായവുമായി മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപയാണ് നൽകിയത്. എം വിജിൻ MLAക്ക് ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ ചെക്ക് കൈമാറി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മാടായി ബാങ്ക് യൂണിറ്റ് 2,82,680 രൂപയും നൽകി. കേരളം ഒറ്റക്കെട്ടായി ഒരു ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ്. വയനാട്ടിലെ ദുരിതബാധിതരെ പലവിധത്തിൽ സഹായിക്കാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമാവുകയാണ് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി ടി മുരളീധരൻ, MK സൈബുന്നീസ, AP ഗംഗാധരൻ, V വിനോദ്, KV ശ്രീധരൻ, മറ്റ് ഡയറക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് ഇപ്പോൾ നടത്തി വരികയാണ്. ജീവനുള്ള എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര പ്രവർത്തനമാണ് വയനാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹകരണ ബാങ്കുകളിൽ മുൻപന്തിയിലാണ് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. കഴിഞ്ഞ കാലയളവിലെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളിൽ ആദ്യഘട്ടം മാതൃകാപരമായി ഏറ്റെടുത്ത മാടായി ബാങ്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപയാണ് ഇന്നിപ്പോ നൽകുന്നത്. തീർച്ചയായും ഏറെ മാതൃകാപരമായ ഇടപെടലാണ് ബാങ്ക് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെ ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. തീർച്ചയായും ഇത് നമ്മുടെ നാടിനുള്ള കൈത്താങ്ങാണ്. അതോടൊപ്പം ഇനിയും എത്രയോ സഹായങ്ങൾ നമുക്ക് എത്തേണ്ടതുണ്ട്. ആ സഹായം അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ, അതിലേക്ക് ഒരു നയ പൈസ പോലും കൊടുക്കരുത് എന്ന് മനുഷ്യത്വ വിരുദ്ധമായ നിലയിൽ വലിയ പ്രചരണങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്ക് ഇങ്ങനെയൊരു മുൻകൈ എടുക്കുന്നത് എന്നത് അഭിനന്ദനീയമാണ്. സഹകരണ ജീവനക്കാർ നേരത്തെ എല്ലാ ഘട്ടത്തിലും പ്രതിസന്ധികൾ വന്നു പറഞ്ഞിട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലും സർക്കാരിനൊപ്പം നിന്നിട്ടുണ്ട്, നാടിനൊപ്പം നിന്നിട്ടുണ്ട്, കേരളത്തിനൊപ്പം നിന്നിട്ടുണ്ട്. ആ ധർമ്മം വീണ്ടും അവർ നിർവഹിക്കുന്നു എന്നതും അഭിമാനകരമായിട്ടുള്ള വസ്തുതയാണ്. നന്ദി.